ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ 3rd യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് ചൈൽഡ് റൈറ്റ് ലോസ്, പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നായിരുന്നു. ഓൾറെഡി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെയാണ് ചൈൽഡ് റൈറ്റ്സിന്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ ലോ ആണ് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നമ്മളിവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രയോറിറ്റി കൊടുക്കുന്ന ലോസ് എന്തൊക്കെയാണ് എന്നെല്ലാമായിരുന്നു നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് ഈ ഒരു ചാപ്റ്റർ. നെക്സ്റ്റ് ടോപ്പിക് നാഷണൽ പോളിസി ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ എന്തൊക്കെ പോളിസീസ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ചൈൽഡ് റൈറ്റ്സ് ഫോക്കസ് തന്നെയാണ് അല്ലെ നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ പ്രധാനമായിട്ടുള്ള നമ്മുടെ പോളിസി അല്ലെങ്കിൽ നാഷണൽ പോളിസി എന്ന് പറയുന്നതിൽ അവരുടെ മെയിൻ ടാർഗറ്റ് എന്താണ്? ചൈൽഡ് റൈറ്റിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എവറി ചൈൽഡ് ഡിസേർവ്സ് എ സേഫ് ആൻഡ് ഹാപ്പി ലൈഫ് ഫ്രീ ഫ്രം അബ്യൂസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിപ്രിവേഷൻ. എല്ലാ കുട്ടിയും അല്ലെ, ഏതൊരു കുട്ടിയും ഒരു സേഫ് ആൻഡ് ഹാപ്പി ലൈഫ് ആഗ്രഹിക്കുന്നതാണ്, അവർ ഡിസേർവ് ചെയ്യുന്നതാണ്. എല്ലാ തരം അബ്യൂസുകളിൽ നിന്നും, ഡിസ്ക്രിമിനേഷനിൽ നിന്നും, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും. ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്താണോ അതിനെ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് ലഭിക്കാതിരിക്കുക, ഇതിനെയാണ് ഡിപ്രിവേഷൻ എന്ന് പറയാ. സോ ഇത്തരം പ്രോബ്ലങ്ങൾ ഒന്നും ഇല്ലാത്തൊരു ഹാപ്പി ലൈഫ് ഏതൊരു കുട്ടിയും ഡിസേർവ് ചെയ്യുന്നതാണ് അല്ലെ. സോ അത് നൽകണം എന്നുള്ളത് തന്നെയാണ് നാഷണൽ പോളിസിയുടെ പ്രധാനമായിട്ടുള്ള വൺ ഓഫ് ദ ടാർഗറ്റ്. നെക്സ്റ്റ്, ചിൽഡ്രൻ ആസ് പ്രയോറിറ്റി. Children are viewed as the highest priority in the national investment because they are the future. നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. കാരണം ഇന്നത്തെ കുട്ടികളാണ് നമ്മുടെ നാളത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലെ. സോ ദേ ആർ കൺസിഡേർഡ് ആസ് ദ പ്രയോറിറ്റി. UN അഗ്രിമെന്റ്. ഇനി UN അഗ്രിമെന്റ് പ്രകാരം ഇന്ത്യ എന്താണ്? ഇന്ത്യ ഈസ് ഓൾറെഡി കമ്മിറ്റഡ് ടു പ്രൊട്ടക്ട് ദ ചൈൽഡ് റൈറ്റ്. UNCRCന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഓൾറെഡി എന്ത് കമ്മിറ്റ് ചെയ്തതാണ്? ചൈൽഡ് റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളത് ഓൾറെഡി ഇന്ത്യ കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ലീഗൽ ഫ്രെയിം വർക്കും ഇന്ത്യക്ക് ഉണ്ട്. നമുക്കറിയാം പോളിസീസ്, അതുപോലെ തന്നെ ഒരുപാട് ലോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്, അതായത് പോക്സോ ആക്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചൈൽഡ് മാരേജ് ആക്ട്, ചൈൽഡ് ലേബർ ആക്ട്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്. സോ ഇന്ത്യ ഓൾറെഡി കമ്മിറ്റഡ് ആണ് ചൈൽഡ് റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒരുപാട് ലോസ് പിന്നീട് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, what are the guidelines for organizations, institutions and establishment? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻക്ലൂഡിങ് മീഡിയ വരെ ഇത് ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ. സോ എന്തൊക്കെയാണ് ആ ഗൈഡ് ലൈൻ എന്ന് നോക്കിയാലും, ക്രിയേറ്റ് എ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി. എല്ലാ ഓർഗനൈസേഷൻസിനും എന്താണ്? ചിൽഡ്രനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസി ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ഓർഗനൈസേഷനോ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്ത് തരം ഒരു പബ്ലിക് ആയിട്ടുള്ള സോഷ്യൽ പ്ലേസോ ആയിക്കോട്ടെ, ഈ ഓർഗനൈസേഷൻസ് എല്ലാം ഒരു പോളിസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ചിൽഡ്രൻ. നെക്സ്റ്റ് ഇസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റ്മെന്റ്. ഓൾ സ്റ്റാഫ് must follow a zero tolerance policy towards child abuse and exploitation. നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സും അല്ലെ, അത് പെർമനന്റ് സ്റ്റാഫ്സ് മാത്രമല്ല, ടെമ്പററി വർക്കേഴ്സ് ആണെങ്കിൽ കൂടെ ഈ പോളിസീസിനെ കുറിച്ചിട്ട് അവർക്ക് വളരെ നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. എന്താണ് ചൈൽഡ് അബ്യൂസ് അല്ലെങ്കിൽ എന്താണ് ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഇതിനെതിരെയുള്ള പോളിസീസ് എന്താണ് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എല്ലാ സ്റ്റാഫ്സിനും ഉണ്ടായിരിക്കണം. Mandatory code of conduct. Employees must treat children with respect regardless of their background. എല്ലാ എംപ്ലോയീസും അവിടെയുള്ള കുട്ടികളുടെ അല്ലെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ ഒരു സ്കൂൾ ആയിക്കോട്ടെ, സ്കൂളാണെങ്കിൽ ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, നമ്മുടെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അത് അവരുടെ റേസോ ജെൻഡറോ ഡിസേബിലിറ്റിയോ ഒന്നും കൺസിഡർ ചെയ്തുകൊണ്ടല്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ ലോവർ കാസ്റ്റ് നിന്ന് വരുന്നതായിരിക്കും, അപ്പർ കാസ്റ്റ് ഫാമിലി നിന്ന് വരുന്നതായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ വളരെ റെസ്പെക്റ്റോടു കൂടെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്.
ഓക്കെ, ദേ മസ്റ്റ് ലിസൺ ടു ചിൽഡ്രൻ ആൻഡ് റെസ്പെക്ട് ദെയർ വ്യൂസ്. നമ്മുടെ കുട്ടികളെ നമ്മൾ കേൾക്കാനും അവരുടെ കാഴ്ചപ്പാടിനെ റെസ്പെക്ട് ചെയ്യാനും ആ ഒരു ഓർഗനൈസേഷനിൽ ഇരിക്കുന്ന സ്റ്റാഫ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് സാധിക്കണം. ഇതാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻ. ഇനി കുറച്ചുകൂടെ ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. നോ അബ്യൂസ് ഓർ എക്സ്പ്ലോയിറ്റേഷൻ, അല്ലെ? ഒരു അബ്യൂസോ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനോ ഉണ്ടാവാൻ പാടില്ല. എ സ്റ്റാഫ് മസ്റ്റ് നെവർ ബി ഇൻവോൾവ് ഇൻ സെക്ഷൽ ഓർ എക്സ്പ്ലോയിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ദ ചിൽഡ്രൻ. നമ്മുടെ സ്കൂൾ, ഇപ്പൊ നമുക്ക് സ്കൂളായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫും നമ്മുടെ കുട്ടികൾക്ക് എതിരെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനോ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലും സ്റ്റാഫ് ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. എൻകറേജ് എനി സ്റ്റാഫ് മസ്റ്റ് നെവർ എൻകറേജ് എനി റിലേഷൻഷിപ്പ് വിത്ത് ചിൽഡ്രൻ ദാറ്റ് കുഡ് ഹാം ദം. നമ്മുടെ കുട്ടികളെ ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലും കൊണ്ടെത്തിക്കാൻ നമ്മുടെ സ്റ്റാഫിന് അവകാശമില്ല. അവരത് എൻകറേജ് ചെയ്യാനും പാടില്ല. Internal system of protection. The organization must assign specific staff to handle child protection issues. എല്ലാ ഓർഗനൈസേഷൻസും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് സ്റ്റാഫിനെ തന്നെ നിയമിക്കേണ്ടതാണ്. സെറ്റപ്പ് ക്ലിയർ പ്രൊസീജിയേഴ്സ് ഫോർ റിപ്പോർട്ടിംഗ് അബ്യൂസ്. എൻഷുർ ഓൾ എംപ്ലോയീസ് ആർ അവെയർ ആൻഡ് ഫോളോ ദിസ് റൂൾസ്. നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാ എംപ്ലോയീസും ഈ ഒരു റൂൾസിനെ കുറിച്ചിട്ട് ഇവർ അവെയർ ആണ്. ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അതിനെ കുറിച്ചിട്ടുണ്ട്. ഇവർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അബ്യൂസ് റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു ക്ലിയർ പ്രൊസീജിയറും ഓർഗനൈസേഷൻ പിന്നീട് എടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇസ് ഡിസ്പ്ലേ എമർജൻസി കോണ്ടാക്ട് ഇൻഫോം. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ചൈൽഡ് ലൈൻ നമ്പർ ആയിട്ടുള്ള 1098 വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഡെസിഗ്നേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ മസ്റ്റ് ബി വിസിബിൾ ആൻഡ് നോൺ ടു ഓൾ. നമ്മുടെ ചുറ്റുപാടിൽ ഓൾറെഡി ഡിസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ആരാണ് എന്നുള്ളതും അയാളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഓൾറെഡി ആ ഒരു ഓർഗനൈസേഷന് ഉണ്ടാവേണ്ടതാണ്. മുൻകൂട്ടി ഓൾറെഡി ഇതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് ഉണ്ടാവേണ്ടതാണ്. ഇൻ കേസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചൈൽഡ് ലൈനിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് കേട്ടോ. നെക്സ്റ്റ്, ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നുകൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രൊട്ടക്ഷൻ ഫോർ, എന്തിനാണ് ചൈൽഡ് റൈറ്റ്? സെക്ഷൽ അബ്യൂസിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെതിരെ ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് ഈ ഒരു ചൈൽഡ് റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. റിപ്പോർട്ട് ചൈൽഡ് അബ്യൂസ് ടു ചൈൽഡ് ലൈൻ 1098. നമ്മുടെ കുട്ടികൾ ഫിസിക്കൽ ആയിട്ടുള്ള, സെക്ഷൽ ആയിട്ടുള്ള, ഇമോഷണലി അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്ത് തരം അബ്യൂസ് നേരിടുകയാണെങ്കിലും അത് ചൈൽഡ് ലൈൻ നമ്പർ ആയിട്ടുള്ള 1098 വിളിച്ച് നമ്മൾ അറിയിക്കേണ്ടതാണ്. ഇൻ എമർജൻസീസ് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് അക്യൂറേറ്റ് ഇൻഫോ ടു റെസ്ക്യൂ ദ ചൈൽഡ്. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കുട്ടിയെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടുത്താവുന്നതാണ്. ഇനി ഇത് ഇൻഫോം ചെയ്യുന്ന ആളുടെ, ഇൻഫോർമന്റിന്റെ ഐഡന്റിറ്റി എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതൊരു തരത്തിലും പുറത്തു വിടുന്നതായിരിക്കില്ല. സോ നമുക്ക് ഒരു പേടിയും ഇല്ലാതെ, ഇനിയിപ്പോ എന്ത് പവറിലിരിക്കുന്ന ആളാണോ ഈ ഒരു ക്രൈമില് ഒഫൻഡർ ആയിട്ടുള്ളത്, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇൻഫോർമന്റിന്റെ ഡീറ്റെയിൽസ് ഒരിക്കലും പുറത്തു വിടുന്നതായിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ്, ചൈൽഡ് റൈറ്റ്സ് ലോസ് പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1098 ചൈൽഡ് ലൈനിൽ വിളിച്ച് നമുക്ക് പ്രൊട്ടക്ഷൻ കൺസേൺസിനെ കുറിച്ചിട്ട് പറയാവുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് മസ്റ്റ് നോട്ട് യൂസ് ചൈൽഡ് ലേബർ ആൻഡ് ഹാവ് മോണിറ്ററിംഗ്. ഒരിക്കലും ഒരു തരത്തിലുള്ള ഇൻഡസ്ട്രീസും ചൈൽഡ് ലേബറിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ചൈൽഡ് ലേബർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നില്ല എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ട്. ഓർഗനൈസേഷൻസ് വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ നീഡ് സ്ട്രിഞ്ചന്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്. ഇനിയും കുട്ടികളെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികൾ ഭാഗമാവുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. സോ അത്തരം ഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നമ്മൾ ഓൾറെഡി ഇതിൽ കുട്ടികളെ ടേക്ക് പാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഡീറ്റെയിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നടത്തേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് പോളിസി ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ. ഇനി ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്
തമിഴ്നാട് സ്റ്റേറ്റ് എന്തൊക്കെ പോളിസീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ തമിഴ്നാട് സ്റ്റേറ്റ് പോളിസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇവരുടെ ഗോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ദെയർ ഒബ്ജക്റ്റീവ്സ് ആർ ടു എൻഷുർ സർവൈവൽ, പ്രൊട്ടക്ഷൻ, ഡെവലപ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ചിൽഡ്രൻ. എല്ലാ കുട്ടികളുടെയും ഒരു പ്രോപ്പർ സർവൈവൽ, അവരുടെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം, അതുപോലെ തന്നെ അവർക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും ഉണ്ടോ, കുട്ടികൾ പ്രൊട്ടക്റ്റഡ് ആണോ, ഇവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇവരുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഈ തമിഴ്നാട് സ്റ്റേറ്റ് പോളിസിയുടെ പ്രധാനമായിട്ടുള്ള വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് അവരുടെ ടാർഗറ്റ് ആണ് ടു ക്രിയേറ്റ് എ സേഫ്, സെക്യൂർ ആൻഡ് ചൈൽഡ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ഇൻ ദ സ്റ്റേറ്റ്. തമിഴ്നാട് സ്റ്റേറ്റിൽ കുട്ടികൾ ഏറ്റവും സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ഗോൾ. to prevent abuse, neglect, exploitation and trafficking of children. നമ്മുടെ കുട്ടികൾക്കെതിരെയായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അബ്യൂസുകളും, എക്സ്പ്ലോയിറ്റേഷൻ പ്രോബ്ലംസും, ചൈൽഡ് ട്രാഫിക്കിങ്ങും എല്ലാം പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോളിസിയുടെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. To provide care and protection to children in need, such as orphans, street children, child laborers, etc. പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് അല്ലെ, പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അനാഥരായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സ്ട്രീറ്റ് ചിൽഡ്രൻസ്, അല്ലെങ്കിൽ ചൈൽഡ് ലേബേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, ഇത്തരം കുട്ടികൾക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ് പോളിസിന്റെ അടുത്ത ഒബ്ജക്റ്റീവ്. ഇനി ഈ ഒരു തമിഴ്നാട് സ്റ്റേറ്റ് പോളിസിന്റെ ബാക്കി അഡീഷണൽ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സ്ട്രെങ്തനിങ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ മെറ്റേണൽ, ന്യൂബോൺ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റിന്റെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നത് മെറ്റേണൽ, അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളെ ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക, ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികൾക്ക് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക, കുട്ടികളുടെ ഓവറോൾ ഹെൽത്തിന് ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ കീ ഫീച്ചർ. പ്രിവെന്റിംഗ് HIV ഇൻഫെക്ഷൻസ് ആൻഡ് പ്രൊവൈഡിംഗ് അപ്രോപ്രിയേറ്റ് കെയർ ഫോർ ഇൻഫെക്റ്റഡ് ചിൽഡ്രൻ. HIV പോലെയുള്ള ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ ആൻഡ് അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നെക്സ്റ്റ് ഫീച്ചർ. പ്രൊമോട്ടിംഗ് ബിഹേവിയർ ചേഞ്ച് ടു ഇംപ്രൂവ് ചൈൽഡ് കെയർ പ്രാക്ടീസസ്. ഇനി നമ്മുടെ ചൈൽഡ് കെയർ അല്ലെ, നമ്മുടെ കുട്ടികളുടെ പ്രൊട്ടക്ഷൻ എല്ലാ തരത്തിലും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എൻഷുർ ചെയ്യുക, അവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. എൻഷുർ സേഫ് ആൻഡ് സെക്യൂർ ലേണിംഗ് എൻവയോൺമെന്റ്സ്. വളരെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നോളേജ്, അറിവ് നേടാൻ സാധിക്കുന്ന ഒരു ലേണിംഗ് എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. മേക്ക് ക്വാളിറ്റി സെക്കൻഡറി എഡ്യൂക്കേഷൻ അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ. പ്രൈമറി എഡ്യൂക്കേഷൻ മേ ബി എല്ലാവർക്കും നമുക്കറിയാം ഫ്രീ ആണ്, കമ്പൽസറി എഡ്യൂക്കേഷൻ ഒക്കെ ആണ് അല്ലെ. അതുപോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനും അത് അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ ആക്കി കൊടുക്കാനും ആണ് ഇവരുടെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇൻകോർപ്പറേറ്റ് ജെൻഡർ ഇക്വാലിറ്റി, ലൈഫ് സ്കിൽസ് ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ. ഇവിടെ എഡ്യൂക്കേഷനിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് ഒരുപാട്, നമ്മൾ തിയറി ബേസ്ഡ് ആയിട്ട് മാത്രമല്ല, ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേറെ എന്തൊക്കെ ലൈഫ് സ്കിൽസ് വേണ്ടി വരും. അത്യാവശ്യം നമുക്കൊരു നമ്മുടെ തുണി കീറുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ, അതൊക്കെ ഒരു ലൈഫ് സ്കില്ലാണ് അല്ലെ. സോ അങ്ങനത്തെ ബേസിക് ലൈഫ് സ്കിൽസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ജെൻഡർ ഇക്വാളിറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം ആണ് ഇവരുടെ കീ ഫീച്ചർ. Introduce child protection and safeguarding policies in local bodies and school. സ്കൂളുകളിലും മറ്റു ലോക്കൽ ആയിട്ടുള്ള പ്ലേസുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പോളിസീസിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ഫീച്ചർ. ലാസ്റ്റ് വൺ, സ്ട്രെങ്തൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആൻഡ് ആൾട്ടർനേറ്റീവ് കെയർ. ഓവറോൾ പറയുകയാണെങ്കിൽ തമിഴ്നാട് പോലെയുള്ള ഒരു സ്റ്റേറ്റിന്റെ ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുക, ബാക്കി ഓൾട്ടർനേറ്റീവ് കെയറും കൊടുക്കണം എന്നുള്ളതാണ് തമിഴ്നാട് സ്റ്റേറ്റ് പോളിസിന്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് തമിഴ്നാട് സ്റ്റേറ്റ് പോളിസി ഫോർ ചിൽഡ്രൻ 2021. ഈ ഒരു സ്റ്റേറ്റ് പോളിസിന്റെ മറ്റ് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെ,
ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത്, ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ, ആ കുട്ടിയുടെ പ്രോപ്പർ പ്രൊട്ടക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. സോ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓവറോൾ ആ ഒരു ഡെവലപ്മെന്റ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് തമിഴ്നാട് സ്റ്റേറ്റ് പോളിസിന്റെ വൺ ഓഫ് ദ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, SDG, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. സോ SDG പ്രകാരം നമുക്കറിയാം അവരുടെ ഗോൾ 4 എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സമാധാനപരമായിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഒരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, എല്ലാ തരത്തിലും കുട്ടികൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗോൾ 4ഉം ഗോൾ 16ഉം. Next is community-centric approach. Recognize the critical role of families, local bodies in creating a safe and nurturing environment for children. ഇനി ഈ ഒരു പോളിസിയിൽ പ്രധാനമായിട്ട് വേറൊരു വരുന്ന കാര്യമാണ് ഫാമിലീസിന്റെ ക്രിട്ടിക്കൽ റോൾ അല്ലെ. നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യുബിൾ ടൈം എന്ന് പറയുന്നത് ഫാമിലീസിന്റെ കൂടെയായിരിക്കും. സോ ഫാമിലി റോൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോള് തന്നെയാണ്. സോ അത് ഏറ്റവും സേഫ് ആയിട്ടുള്ളതാണെന്നും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു അവരുടെ ചുറ്റുപാടിൽ നിന്നും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും എൻഷുർ ചെയ്യാം. Next is prevention and intervention. It takes a proactive stance towards preventing harm to children. അതായത് കുട്ടികൾക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹാം ആയിട്ടുള്ള പല സാഹചര്യത്തെ എന്താണ് പ്രിവെന്റ് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ചൈൽഡ് മാരേജ്, ചൈൽഡ് ലേബർ, ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്. സോ കുട്ടികൾ നേരിടുന്ന ഇത്തരം പ്രോബ്ലംസിന് എതിരെയായിട്ട് ഒരു പ്രോ ആക്റ്റീവ് സ്റ്റാൻസ് എടുക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എടുക്കുക, ഇത്തരം പ്രോബ്ലംസിനെ എല്ലാം പ്രിവെന്റ് ചെയ്യുക. ഇതെല്ലാമായിരുന്നു തമിഴ്നാട് സ്റ്റേറ്റ് പോളിസിന്റെ സിഗ്നിഫിക്കൻസ്. I hope that is clear. Next is വിശാഖ കമ്മിറ്റി. ഈ വിശാഖ കമ്മിറ്റിയുടെ ഒറിജിൻ എന്താണ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് നോക്കാം കേട്ടോ. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ഗൈഡ് ലൈൻസ് laid down by the Supreme Court of India in 1997 to prevent sexual harassment of women at the workplace. ഈ വിശാഖ കമ്മിറ്റി എന്ന് പറയുന്നത് 1997 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലെ സുപ്രീം കോർട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്തിനൊക്കെ കുറിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണത്? നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വിമൻ അല്ലെ, ഒരു പെൺകുട്ടി നേരിടുന്ന സെക്ഷൽ ഹരാസ്മെന്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1997 സുപ്രീം കോർട്ട് കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ദ വിശാഖ ഗ്രൂപ്പ്, എ വിമൻസ് റൈറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് ഫൈൽഡ് എ പെറ്റീഷൻ. സോ ഈ ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നപ്പോ ഈ ഒരു ഗൈഡ് ലൈനിന് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പേര് എന്ന് പറയുന്നത് വിശാഖ എന്നുള്ളതായിരുന്നു. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ വിശാഖ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വിമൻസ് റൈറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇവര് ഒരു പെറ്റീഷൻ മുന്നേ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ പേരില് ഈ ഗൈഡ് ലൈൻസിന് ഗവൺമെന്റ് വിശാഖ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പേര് കൊടുത്തത്. ഇനി എങ്ങനെയാണ് ഈ ഒരു പേരിലോട്ട് വന്നത് എന്നുള്ള നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താലോ. A social worker named Banwari Devi in Rajasthan was gang raped in 1992 for trying to stop a child marriage. 1992 രാജസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനത്തിൽ വെച്ചിട്ട് ബാൻവരി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർക്ക് ഗാങ് റേപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടായത്? ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ വർക്കർ ആയിരുന്നു ബാൻവരി ദേവി. ചൈൽഡ് മാരേജ്, തന്റെ ചുറ്റുപാടിൽ നടക്കുന്ന ചൈൽഡ് മാരേജിനെ സ്റ്റോപ്പ് ചെയ്യാൻ ബാൻവരി ദേവി എടുത്ത ചില ആക്ട് അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഈ ബാൻവരി ദേവിക്ക് ഗാങ് റേപ്പ് നേരിടേണ്ടി വന്നത്. സോ അങ്ങനെ അവർ മരിക്കുകയാണ് ഉണ്ടായത്. ഹർ കേസ് ഹൈലൈറ്റഡ് ദ ലാക്ക് ഓഫ് ലോസ് ടു പ്രൊട്ടക്ട് വിമൻ ഫ്രം സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക്. സോ ഈ ഒരു ബാൻവരി ദേവിയുടെ ഈ ഒരു കേസ് ഇത് വളരെയധികം അന്ന് ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള ഒരു കേസായിരുന്നു. എത്രത്തോളം നമ്മുടെ വർക്ക് പ്ലേസിൽ വിമന് അവരുടെ ലോസ് പ്രൊട്ടക്റ്റഡ് അല്ല എന്നത് അല്ലെങ്കിൽ എത്രത്തോളം ലാക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നത്. വിശാഖ ആൻഡ് അതർ NGO ഫൈൽഡ് എ പെറ്റീഷൻ
1 second. Vishaga and other NGO filed a petition in the Supreme Court demanding guidelines. So അതിനെ തുടർന്നാണ് ഈ ഒരു വിശാഖ കമ്മിറ്റി അതുപോലെ തന്നെ മറ്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് സുപ്രീം കോർട്ടിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ഇത്തരം ഗൈഡ് ലൈൻസ് വേണം എന്നുള്ളത് ആവശ്യപ്പെടുകയും ചെയ്തത്. ഓക്കെ, സോ അതാണ് ഈ വിശാഖ കമ്മിറ്റിന്റെ പിന്നിലുള്ള ഒരു ഇത് ഒറിജിനേറ്റ് ചെയ്തതും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതും ഈ കാര്യങ്ങളാണ് കേട്ടോ. ഇനി Supreme Court Judgment 1997. The court laid down Vishaga guidelines under Article 32 of the Constitution. ഈ വിശാഖ ഗൈഡ്ലൈൻസ് സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 32 ആയിട്ടാണ് ഈ ഗൈഡ് ലൈൻസിനെ ഗവൺമെന്റ് ലേ ഡൗൺ ചെയ്തിട്ടുള്ളത്, കോർട്ട് ലേ ഡൗൺ ചെയ്തിട്ടുള്ളത്. ദീസ് were to be followed until a proper law was made by the government. പിന്നീട് ഗവൺമെന്റ് ഒരു പ്രോപ്പർ ലോ കൊണ്ടുവരുന്നത് വരെ ഈ ആർട്ടിക്കിൾ 32 ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നായിരുന്നു സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ്. ഓക്കെ, ദ കീ പോയിന്റ്സ് ഓഫ് വിശാഖ ഗൈഡ് ലൈൻസ്. ഇനി ഈ വിശാഖ ഗൈഡ് ലൈൻസ് ആർട്ടിക്കിൾ 32 പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് ഈ വിശാഖ ഗൈഡ് ലൈൻസിന്റെ കീ പോയിന്റ്സ് എന്ന് നോക്കിയാലോ. ഡ്യൂട്ടി ഓഫ് ദ എംപ്ലോയർ ഓർ അതർ റെസ്പോൺസിബിൾ പേഴ്സൺസ് ഇൻ ദ വർക്ക് പ്ലേസ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ഒരു എംപ്ലോയറിന്റെ അല്ലെങ്കിൽ വേറെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സന്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഗൈഡ് ലൈനിൽ പറയുന്നത്. Every employer is required to prevent and address sexual harassment at the workplace. നമ്മുടെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ ഇത്തരം സെക്ഷൽ ഹരാസ്മെന്റ്സ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ആ എംപ്ലോയർ എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ തരത്തിലുള്ള എല്ലാ തീരുമാനങ്ങളും ആ ഒരു എംപ്ലോയറിന്റെ സ്ഥാനത്ത് നിന്ന് വരേണ്ടതാണ്. എംപ്ലോയേഴ്സ് മസ്റ്റ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇഫ് കംപ്ലൈന്റ്സ് ആർ മെയ്ഡ്. ഇനി ഇൻ കേസ് നമ്മുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മുടെ കൺമുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ എംപ്ലോയറോ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കേണ്ടതാണ് കേട്ടോ. അതാണ് വൺ ഗൈഡ് ലൈൻ. നെക്സ്റ്റ് ഗൈഡ് ലൈൻ, ഡെഫിനിഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ്. ഇനി എന്താണ് ഈ സെക്ഷൽ ഹരാസ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയൂല്ലേ, ഈ സെക്ഷൽ ഹരാസ്മെന്റ് ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വിശാഖ ഗൈഡ് ലൈൻസിൽ സെക്കൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, includes unwelcome acts such as physical contact and advances, a demand or request for sexual favors, sexually colored remarks, showing pornography. ഇനി ഒരാളെ ഫിസിക്കലി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക അല്ലെ, ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളെ ഡിമാൻഡ് ചെയ്യുക എന്തിന്, ഇത്തരം ആവശ്യത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ പറയാ, സെക്ഷലി ചൊവ്വയുള്ള പല സംസാരങ്ങൾ ഉണ്ടായിരിക്കില്ല, അത്തരം സംസാരങ്ങൾ അല്ലെങ്കിൽ പോണോഗ്രഫി, പോൺ വീഡിയോസോ അത്തരം കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം സെക്ഷൽ ഹരാസ്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഗൈഡ് ലൈൻ 2 വിശാഖ ഗൈഡ് ലൈൻസിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ എന്ത് നടന്നാലും അത് സെക്ഷൽ ഹരാസ്മെന്റിൽ വരുന്നതാണ് എന്നാണ് ഗൈഡ് ലൈൻസിൽ പറയുന്നത്. ഇനി കംപ്ലൈന്റ്സ് കമ്മിറ്റി. എവറി വർക്ക് പ്ലേസ് മസ്റ്റ് സെറ്റപ്പ് എ കംപ്ലൈന്റ് കമ്മിറ്റി. ഇതാണ് അടുത്തൊരു ഗൈഡ് ലൈൻ കേട്ടോ. എല്ലാ വർക്ക് പ്ലേസിലും എന്താണ്, ഒരു കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് പോയി പറയാനുള്ള ഒരു കംപ്ലൈന്റ് കമ്മിറ്റി എല്ലാ വർക്ക് പ്ലേസിലും ഉണ്ടായിരിക്കണം. അവരാണ് ഇത്തരം കേസസ് എല്ലാം ഹാൻഡിൽ ചെയ്യുക. ദ കമ്മിറ്റി മസ്റ്റ് ബി ഹെഡഡ് ബൈ എ വിമൻ ആൻഡ് ഷുഡ് ഇൻക്ലൂഡ് എ തേർഡ് പാർട്ടി മെമ്പർ. ഈ ഒരു കംപ്ലൈന്റ് കമ്മിറ്റി ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെഡ് ചെയ്യുന്നത് ഒരു സ്ത്രീ ആയിരിക്കണം. ഇവരുടെ കൂടെ ഒരു തേർഡ് പാർട്ടി മെമ്പർ കൂടെ ഉണ്ടായിരിക്കണം. ഈ തേർഡ് പാർട്ടി മെമ്പർ മേ ബി ഏതെങ്കിലും NGOയിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലീഗൽ എക്സ്പേർട്ട് ആയിരിക്കണം. ഓക്കെ, ദ കമ്മിറ്റി ഷുഡ് എൻഷുർ എ ഫെയർ ആൻഡ് കോൺഫിഡൻഷ്യൽ എൻക്വയറി. ഈ ഒരു കംപ്ലൈന്റ് കമ്മിറ്റി ഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളായിരിക്കണം എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെ, ഒരു തരത്തിലും ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇത്തരം വിക്ടിമിന്റെ ഇൻഫർമേഷൻസ് പുറത്തു പോകാൻ പാടില്ല. സോ വളരെ കോൺഫിഡൻഷ്യൽ ഇൻക്വയറി ആയിരിക്കണം, ഫെയർ ആയിട്ടുള്ള തീരുമാനങ്ങളുമാണ് ഈ ഒരു കമ്മിറ്റി കൈക്കൊള്ളേണ്ടത്. അതാണ് അടുത്തത് ഈ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലെ. ഇനി
ഇതും കൃത്യമായിട്ട് ആ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. എല്ലാ വർക്ക് പ്ലേസും സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചിട്ട് ഒരു പ്രോപ്പർ അവയർനെസ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കണം അല്ലെ. ദ പോളിസി ഓൺ സെക്ഷൽ ഹരാസ്മെന്റ് ഷുഡ് ബി ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ എംപ്ലോയീസ്. സെക്ഷൽ ഹരാസ്മെന്റിന്റെ പിന്നിലുള്ള പോളിസീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ലോ ആണ് ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി ഡിസിപ്ലിനറി ആക്ഷൻ. ഇനി എന്തെങ്കിലും ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് നമ്മുടെ വർക്ക് പ്ലേസിൽ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കേണ്ടതാണ് ആ ഒരു ഒഫൻഡർക്ക് എതിരെ. അല്ലെങ്കിൽ ലൈക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുമ്പോൾ മേ ബി അതൊരു വാർണിംഗ് ആവാം, സസ്പെൻഷൻ ആവാം, ഇൻ കേസ് ഡിസ്മിസൽ വേണമെങ്കിലും ആവാം. സോ അത്തരം ഹരാസ്മെന്റ്സ് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെതിരെ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് ആ ഒരു വർക്ക് പ്ലേസ് എടുക്കേണ്ടതാണ്. ഇത്രയും കാര്യമാണ് വിശാഖ കമ്മിറ്റീനെ കുറിച്ചിട്ടും അതിലെ ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് സപ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ഗേൾസ് ആക്ട് 1956. നമ്മൾ വീണ്ടും ചില ആക്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ പേരാണ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻസ് ആൻഡ് ഗേൾസ് ആക്ട്. നോക്കാം. ദ പർപ്പസ് ഓഫ് ദ ആക്ടേഴ്സ് ടു പ്രിവെന്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ ആൻഡ് ഗേൾസ്. അതായത് സ്ത്രീകളുടെയും അതുപോലെ തന്നെ പെൺകുട്ടികളെ അല്ലെ, ചെറിയ കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെയും ഇത്തരം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ നിന്നും, അതായത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, മനുഷ്യ കടത്ത് അല്ലെ, ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ നിന്നും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും വിമൻസിനെയും ഗേൾസിനെയും പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ടിന്റെ പ്രധാനമായിട്ടുള്ള പർപ്പസ്. ടു കൺട്രോൾ ആൻഡ് പണിഷ് ദോസ് ഇൻവോൾവ് ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി ഫോഴ്സ്ഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇനി പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന ആളുകൾക്കെതിരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ പണിഷ്മെന്റ്, പ്രോപ്പർ ആയിട്ട് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ കുട്ടികളെയും സ്ത്രീകളെയും ചൈൽഡ് ട്രാഫിക്കിങ്ങിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക, പ്രോസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ നിന്നും ഇവരെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുന്നവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക. ഇനി ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ടിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. എയിം ഇസ് ടു പ്രിവെന്റ് ട്രാഫിക്കിംഗ് ഓഫ് വുമൺ ആൻഡ് ഗേൾസ്, ഓൾറെഡി പറഞ്ഞു. എസ്പെഷ്യലി പ്രോസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ആക്ടിവിറ്റീസിൽ നിന്നും ഇവരെ സംരക്ഷിക്കുക. ആക്ട് പ്രൊവൈഡ്സ് ഫോർ പെനാൽറ്റീസ് ആൻഡ് പണിഷ്മെന്റ് ഫോർ ദോസ് ഇൻവോൾവ് ഇൻ സച്ച് ആക്ടിവിറ്റീസ്. ഇനി ഇൻ കേസ് ആരെങ്കിലും ഇത്തരം ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പണിഷ്മെന്റും പെനാൽറ്റീസും ഈടാക്കുന്നതാണ്. ഓക്കെ, ഡെഫിനിഷൻസ് ആസ് പെർ ദ സെക്ഷൻ 2 ഓഫ് ദിസ് ആക്ട്. ഇനി ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ടിന്റെ സെക്ഷൻ 2 പ്രകാരം കുറച്ച് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് ചില വേർഡ്സിന് കേട്ടോ. അതാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. ഫസ്റ്റ് ടേം ഇസ് ബ്രോതൽ. എന്താണ് ഈ ബ്രോതൽ എന്ന് പറഞ്ഞാൽ? ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എനി ഹൗസ്, റൂം ഓർ പ്ലേസ് ഓർ എനി portion of house, room which is used for purpose of prostitution for the gain of another person or for mutual gain. ബ്രോതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ റൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസോ വീട്ടിലെ ഒരു പ്രത്യേകം ഒരു പോർഷനോ അല്ലെങ്കിൽ ഒരു മുറി അല്ലെ, ഇത്തരം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരാ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഗെയിന്, രണ്ടു പേരുടെയും ഒരു മ്യൂച്വൽ ഗെയിനോ വേണ്ടിയിട്ടോ ഇത്തരം പ്രോസ്റ്റിറ്റ്യൂഷൻ ആക്ട് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വീടിനെയോ അല്ലെങ്കിൽ ആ ഒരു റൂമിനെയോ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെയോ ആണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? ബ്രോതൽ എന്ന് പറയുന്നത്. ആ ഒരു വേർഡിന്റെ അർത്ഥം അതാണ് കേട്ടോ. ഇനി ഗേൾ, എന്താ ഗേൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് എ ഫീമെയിൽ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 21 ഇയേഴ്സ്. 21 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ഫീമെയിലിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗേൾ എന്ന് പറയുന്നത്. മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെ, എല്ലാ ജില്ലകളിലും നമുക്കറിയാം ഒരു കോടതി ഉണ്ടായിരിക്കും. പ്രോസ്റ്റിറ്റ്യൂട്ട്, ഫീമെയിൽ ഹു ഓഫേഴ്സ് ഹെർ ബോഡി ഫോർ സെക്ഷൽ ഇന്റർകോഴ്സ്.
പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ അവരുടെ ശരീരം സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാണ് ഒരു വ്യക്തിക്ക് എന്നുണ്ടെങ്കിൽ അതാണ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ. പബ്ലിക് പ്ലേസ്, ദ പ്ലേസ് യൂസ്ഡ് ഫോർ യൂസ് ഓർ ആക്സസ് ടു പബ്ലിക്. പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക്കിന് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പബ്ലിക് പ്ലേസ്. നെക്സ്റ്റ് ഇസ് വിമൻ, ഫീമെയിൽസ് ഹു ഹാസ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 21 ഇയേഴ്സ്. അപ്പൊ 21 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഫീമെയിലിനെ നമുക്ക് വിമൻ എന്നും 21 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ഫീമെയിലിനെ നമുക്ക് ഗേൾ എന്നുമാണ് പറയുന്നത്. ഇത് ആ ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ടിലെ സെക്ഷൻ 2 പ്രകാരം കുറച്ച് വേർഡ്സിനെ ഡിഫൈൻ ചെയ്തതാണ് കേട്ടോ. ഇനി പണിഷ്മെന്റ്സ് അണ്ടർ ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്. ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടില് ഉൾപ്പെടുന്ന ഒരാൾക്ക് എന്തൊക്കെ പണിഷ്മെന്റ് ആണ് ലഭിക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഏതൊക്കെ തരം ആക്ടിനാണ് പണിഷ്മെന്റ് ലഭിക്കുക എന്നുള്ളതാണ്. മെയിൻറ്റെയിനിങ് ആൻഡ് യൂട്ടിലൈസിങ് ദ പ്രോപ്പർട്ടി ആസ് എ ബ്രോതൽ. ഞാൻ എൻ്റെ വീടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഒരു മുറിയോ ഇത്തരം ആക്ടിവിറ്റി നടത്താൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ ഈ ആക്ട് പ്രകാരം പണിഷ്മെന്റ് എടുക്കാം. സോളിറ്റൈസിങ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ. സോളിസൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആക്ടിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇൻവൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ റിക്വസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് സോളിസൈറ്റിംഗ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ. പ്രോസ്റ്റിറ്റ്യൂഷൻ ഇൻ പബ്ലിക് പ്ലേസ്. പബ്ലിക് പ്ലേസിൽ വെച്ച് പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുകയാണെങ്കിലും പണിഷ്മെന്റ് എടുക്കാം. സെഡ്യൂസിങ് എ പേഴ്സൺ ഇൻ ഡിറ്റൻഷൻ, which means refers to anyone who tries to sexually attract, provoke or exploit a person in jail, protective custody or any kind of detention. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ സെക്ഷലി അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ജയിലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പേഴ്സണലി എന്താണ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുക, പ്രൊട്ടക്റ്റീവ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിലും ഈ ഒരു ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് പ്രകാരം പണിഷ്മെന്റ് അല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്, ഇവർക്ക് അതിൽ ശിക്ഷയും ലഭിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ അല്ലെ. ഇനി എന്താണ് ഈ ഒരു UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊട്ടക്ടിങ് ആൻഡ് പ്രൊമോട്ടിംഗ് ഹ്യൂമൻ റൈറ്റ്സ് അറൌണ്ട് ദ വേൾഡ്. ത്രൂ ഔട്ട് ദ വേൾഡ് ഹ്യൂമൻ റൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കൗൺസിലാണ് UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 2006, റീപ്ലേസിംഗ് ദ ഏർലിയർ UN കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്. 2006 ഈ ഒരു കൗൺസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നിലവിലുണ്ടായിരുന്ന UN കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 2006 ഈ ഒരു ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ നിലവിൽ വന്നത്. ഈ ഒരു കൗൺസിലിൽ പ്രധാനമായിട്ടും 47 മെമ്പേഴ്സ് ആണ് 47 മെമ്പേഴ്സ് ആണ് ഈ ഒരു കൗൺസിലിൽ ഉള്ളത്. ഈ മെമ്പേഴ്സിനെ നമ്മൾ UN ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഇവരെ എലക്ട് ചെയ്യുന്നത് ഫോർ എ 3-year ടേം. 3 വർഷത്തേക്കാണ് ഈ 47 മെമ്പേഴ്സിനെ UN ജനറൽ അസംബ്ലിയിൽ വെച്ച് ഇലക്ഷൻ നടന്നിട്ടാണ് ഈ 47 മെമ്പേഴ്സിനെയും ഇലക്ട് ചെയ്യുന്നത്. സോ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ 47 മെമ്പേഴ്സ് എന്ന് പറയുന്നത് പലതരം കൺട്രീസിനെ എന്താ പറയാ പലതരം കൺട്രീസിന് അവരെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മെമ്പേഴ്സ് വരുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഒരു മെമ്പർ, അമേരിക്കയിൽ നിന്നും വേറൊരു മെമ്പർ. സോ ഇവരെല്ലാം റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഈ മെമ്പേഴ്സ് വരുന്നത്. സോ ഈ മെമ്പേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റൈറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഇതൊരു 3-year ടേം ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദിസ് കൗൺസിൽ? ഈ കൗൺസിലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൊമോട്ട് ദ ഹ്യൂമൻ റൈറ്റ് അല്ലെ. ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഇൻവെസ്റ്റിഗേറ്റ് വയലേഷൻസ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ടോർച്ചറോ ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർ നടക്കുകയോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് നടക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം അബ്യൂസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹ്യൂമൻ റൈറ്റ് കൗൺസിലിന്റെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി. ഇനി യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ, ഇതിനെ UPR എന്നാണ് പറയാ കേട്ടോ.
reviews the human rights situation of every UN member country regularly, help countries improve their human right condition through suggestions. ഇനി എല്ലാ കൺട്രീസിന്റെയും ഹ്യൂമൻ റൈറ്റ് സിറ്റുവേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു കമ്മിറ്റി ആയിരിക്കും റിവ്യൂ ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഇപ്പോ ഏതെങ്കിലും ഒരു കൺട്രീന്റെ ഹ്യൂമൻ റൈറ്റ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സജഷൻസോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ഇവര് നൽകുന്നതാണ്. Make recommendations, give advice and recommendations to countries on how to protect human rights better. ഹ്യൂമൻ റൈറ്റ്സിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഈ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഈ ഒരു മെമ്പേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസും റെക്കമെൻഡേഷൻസും എല്ലാം ആ ഒരു കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള കൺട്രിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സപ്പോർട്ട് വിക്ടിംസ്, provide a platform where individuals and NGOs can raise human right issue. ഇനി ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ എന്തെങ്കിലും ഒരു ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം റേസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനുള്ള ഒരു വേദി കൂടെ ഈ ഒരു UN കൗൺസിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അവരുടെ സാലിയൻ ഫീച്ചേഴ്സ് കേട്ടോ. ഇനി നെക്സ്റ്റ്, കൗൺസിൽ മെമ്പർഷിപ്പ് ആൻഡ് ഇലക്ഷൻ. എന്താണ് ഈ ഒരു കൗൺസിൽ മെമ്പർഷിപ്പ് ആൻഡ് ഇലക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കൗൺസിൽ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 47 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക അല്ലെ. ഈ 47 മെമ്പേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഈ ഒരു നമുക്കറിയാം യുണൈറ്റഡ് നേഷൻ അസംബ്ലിയിൽ 193 കൺട്രീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഈ 193 കൺട്രീസിൽ റെപ്രസെന്റ് ചെയ്ത് വരുന്ന മെമ്പേഴ്സ് ആണ് വോട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹ്യൂമൻ റൈറ്റ് കൗൺസിലുള്ള 47 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ഷൻ വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇലക്ഷൻ എല്ലാ വർഷവും നടക്കും കേട്ടോ. അപ്പോ ഇതിന് ടേം ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈച്ച് കൺട്രി ഇലക്റ്റഡ് ക്യാൻ സ്റ്റേ ഫോർ 3 years. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്റ്റഡ് ആവുന്ന കൺട്രീസിന് 3 വർഷം വരെ സ്റ്റേ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ക്യാൻ ബി റീ ഇലക്റ്റഡ് ഓൺലി വൺസ്. ഇനി ആ ഒരു 3 വർഷത്തിന് ശേഷം വീണ്ടും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കൺട്രീനെ തന്നെ വീണ്ടും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 more ടൈം ഇവർക്ക് സ്റ്റേ ചെയ്യാൻ കഴിയും. അതായത് അറ്റ് എ ടൈം 6 വർഷം മാത്രമാണ് ഒരു കൺട്രിക്ക് ഈ ഒരു കൗൺസിലില് ഭാഗമാവാൻ കഴിയുക. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ സെലക്ട് ചെയ്യാൻ കഴിയുന്നതല്ല. Okay, seat distribution. Seats are shared fairly among 5 world region. ഇനി എത്ര സീറ്റുകളാണോ ഉള്ളത് ആ സീറ്റിനെ എല്ലാം ഫെയർ ആയിട്ട് വളരെ, അതായത് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ വളരെ ഫെയർ ആയിട്ട് 5 വേൾഡ് റീജിയൻസിന്റെ ഇടയിലായിരിക്കും ഈ സീറ്റിനെ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി ഡൈവേഴ്സിറ്റി. ചേഞ്ചിങ് മെമ്പേഴ്സ് ഓഫൺ ഹെൽപ് ഷോ വേൾഡ് ഡൈവേഴ്സിറ്റി ആൻഡ് ഗീവ് ഫെയർനെസ്. എപ്പോഴും ഒരേ മെമ്പേഴ്സ് മാത്രം ആയി കഴിഞ്ഞാൽ അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യമാണോ? അപ്പൊ ഈ ഒരു 47 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരെ നമ്മൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇലക്ഷൻ ഒക്കെ നടക്കുമ്പോൾ പല ആളുകളും ചേഞ്ച് ചെയ്ത് പുതിയ മെമ്പേഴ്സ് വരും. സോ അങ്ങനെ ഒരു ചേഞ്ചിങ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു വേൾഡിന് ഒരു ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഫെയർ ആണ് എന്നുള്ളത് നമുക്ക് ലോകത്തിനോട് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് കമ്മിറ്റ്മെന്റ്. മെമ്പേഴ്സ് മസ്റ്റ് സപ്പോർട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് വർക്ക് വെൽ വിത്ത് ദ കൗൺസിൽ. ഈ ഒരു കൗൺസിലുള്ള ഓരോ മെമ്പേഴ്സും ഹ്യൂമൻ റൈറ്റിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് കൗൺസിലിന്റെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കണം കൗൺസിലിൽ ഉണ്ടാവുന്നത്. വളരെ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളായിരിക്കണം. പണിഷ്മെന്റ് ഫോർ വയലേഷൻ. ഇനി ഏതെങ്കിലും ഒരു കൺട്രി ഹ്യൂമൻ റൈറ്റ്സിനെ വളരെ സീരിയസ് ആയിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇവരുടെ കണ്ണിൽ പെടുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റഡീസിൽ ഇവർ റിവ്യൂ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കൺട്രി ഹ്യൂമൻ റൈറ്റ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ദ UN ജനറൽ അസംബ്ലി ക്യാൻ റിമൂവ് ദം ഫ്രം ദ കൗൺസിൽ. ആ ഒരു കൺട്രീനെ കൗൺസിലിൽ നിന്നും ഈ UN ജനറൽ അസംബ്ലിക്ക് എന്താണ് റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവരെ മാറ്റപ്പെടും, ഇവരെ അതിന് ഒഴിവാക്കപ്പെടും.
Next is leadership. The council is led by one president and 4 vice president, each from a different world region. നമ്മൾ പറഞ്ഞൂലേ 5 സീറ്റ് ആണ് ഉള്ളത് എന്നുള്ളത്. ഈ 5 സീറ്റ് ആരൊക്കെയാ ഉള്ളത്? ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, അതുപോലെ 4 വൈസ് പ്രസിഡന്റും ആയിരിക്കും ഉണ്ടാവും. അപ്പൊ നമുക്ക് 5 സീറ്റ് ആയില്ലേ. ഈച്ച് ഫ്രം എ ഡിഫറെന്റ് വേൾഡ് റീജിയൻ. ഈ ഓരോ വ്യക്തികളെയും നമ്മുടെ ലോകത്തിലുള്ള ഡിഫറെന്റ് റീജിയണിൽ നിന്നുള്ള ആളുകളെ ആയിരിക്കും തീരുമാനിക്കുക. അതായത് അറ്റ് വൺ കൺട്രി വൺ പേഴ്സണെ മാത്രമേ എലക്ട് ചെയ്ത് സീറ്റ് കൊടുക്കുകയുള്ളൂ. സോ 5 സീറ്റുകളിൽ ഒരു പ്രസിഡന്റും 4 വൈസ് പ്രസിഡന്റും ആണ് ഈ ഒരു കൗൺസിലിൽ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ഡിഫറെന്റ് മെക്കാനിസം ആൻഡ് എൻറ്റിറ്റീസ് ഓഫ് ദ കൗൺസിൽ. ഈ ഒരു കൗൺസിലിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. UPR നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ. എല്ലാ കൺട്രീസിലും എന്ത് ചെക്ക് ചെയ്യും? റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യും വെദർ ദേ ആർ ട്രീറ്റിംഗ് ദ ഹ്യൂമൻ റൈറ്റ് കറക്റ്റ്ലി. എല്ലാ കൺട്രീസിലും ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ, ഇവർ ഇതിന് വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാ കൺട്രീസിനും പീരിയോഡിക് ആയിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. Okay, that is UPR. Next is special procedures. Experts or groups look into specific issue or problems in certain countries. ഏതെങ്കിലും കൺട്രീസിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇഷ്യൂ നേരിടുന്നുണ്ടോ, ലൈക്ക് എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഹെൽത്ത് സെക്ടറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ ഇഷ്യൂസിലും എന്തെങ്കിലും പ്രോബ്ലം ഈ കൺട്രീസ് നേരിടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എക്സ്പേർട്സ് ഒരു പ്രധാനമായിട്ടുള്ള സ്റ്റഡി നടത്തും. അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിരിക്കും അല്ലെ. ഇനി നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഹ്യൂമൻ റൈറ്റിനെ കുറച്ചും കൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അല്ലെങ്കിൽ നന്നായിട്ട് കൊണ്ടുവരാം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ അഡ്വൈസറി കമ്മിറ്റി എന്ത് ചെയ്യും? ഇവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസും സപ്പോർട്ടും അല്ലെങ്കിൽ ഐഡിയാസും സജഷൻസ് കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് കംപ്ലൈന്റ് പ്രൊസീജിയർ. Any person or group can report human right violations to the council. ഇനി ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പിനും എന്തെങ്കിലും ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഇവർ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ കണ്ണിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് കൗൺസിലിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് പൂർണ്ണ എന്താ പറയാ സ്വാതന്ത്ര്യത്തോടു കൂടെ പറയാവുന്നതാണ് അല്ലെങ്കിൽ തുറന്നു കാട്ടാവുന്നതാണ് കേട്ടോ. ഇനി ദ UN കമ്മിറ്റി ഓൺ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, UN കമ്മിറ്റി കുട്ടികളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? മേക്ക് ഷുവർ ഓൾ ചിൽഡ്രൻ ഹാവ് റൈറ്റ്സ് ആൻഡ് ഓർ ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട്. കുട്ടികളുടെ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സിന് വളരെ അധികം ഇമ്പോർട്ടൻസ് UN കമ്മിറ്റി കൊടുക്കുന്നുണ്ട് അല്ലെ. ഈ ഒരു കമ്മിറ്റിയിൽ ഇവരുടെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കുട്ടികളെയും എന്താണ് ഈക്വലി ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈക്വലി റെസ്പെക്ട് ചെയ്യുക. ഈ കുട്ടികളുടെ റൈറ്റ്സിനെ എല്ലാം കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള പേർപ്പസ്. ഇനി ഇവർ ഫോളോ ചെയ്യുന്ന ലോസ് എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ ദ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, എസ്പെഷ്യലി ആർട്ടിക്കിൾ 43 and 45. ഓക്കെ, 43rd and 45th ആർട്ടിക്കിൾ ആണ് ഇവര് ഫോളോ ചെയ്യുന്ന UN കമ്മിറ്റി ഫോളോ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ലോസ്. ഇനി ഇവര് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാല് ടു പ്രൊട്ടക്ട് ദ ചിൽഡ്രൻ ഫ്രം തിങ്സ് ലൈക്ക് ചൈൽഡ് സോൾജിയേഴ്സ്, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, ചൈൽഡ് ട്രാഫിക്കിംഗ്. കുട്ടികളെ ഈ ട്രാഫിക്കിംഗ് പോലെയുള്ള പ്രോബ്ലത്തിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുക, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക, ചൈൽഡ് സോൾജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഗ്രൂപ്പ് അല്ലെങ്കിൽ ചില ആളുകള് കുട്ടികളെ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ചില വാറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വാറിന്റെ ഭാഗമായിട്ട് ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ യൂസ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ സ്പൈ വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സഞ്ചർ ആയിട്ട്. സോ ഇത്തരം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികളെ യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. ഇതെല്ലാമായിരുന്നു UN കമ്മിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മീറ്റിംഗ്സ്. ഈ ഒരു UN കമ്മിറ്റി they will have some meetings in Geneva 3 times a year. ഒരു വർഷത്തില് 3 തവണ ജനീവയിൽ വെച്ചിട്ട് UN കമ്മിറ്റി ഒരു മീറ്റിംഗ് കൂടാറുണ്ട്. യൂഷ്വലി അത് ജനുവരി, മെയ് അല്ലെങ്കിൽ ജൂൺ, പിന്നെ സെപ്റ്റംബർ. ഇതാണ് 3 times in a year ഈ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. ഇനി ഈ മീറ്റിംഗിൽ പ്രധാനമായിട്ടും ഇവർ എന്താ ചെയ്യുന്നത്? റിവ്യൂസ് റിപ്പോർട്ട്സ് ഫ്രം അബൌട്ട് 10 countries ഈച്ച് ടൈം. ഓരോ തവണ മീറ്റിംഗ് കൂടുമ്പോഴും മിനിമം 10 കൺട്രീസിൽ ഓക്കെ അവിടുത്തെ റിപ്പോർട്ട് ഇവര് റിവ്യൂ ചെയ്യാണ് UN കമ്മിറ്റി ചെയ്യുന്നത്. ഇപ്പോ
ഈ ഒരു കൺട്രീസിൽ ഹ്യൂമൻ റൈറ്റ്സിനെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ, ചൈൽഡ് ട്രാഫിക്കിംഗ്, ചൈൽഡ് സോൾജിയറിങ്, ഇത്തരം പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ ഇവര് ഈ മീറ്റിംഗിൽ റിവ്യൂ ചെയ്യുക. ചെക്സ് ഹൗ വെൽ ഈച്ച് കൺട്രി ഈസ് ഫോളോയിങ് ചൈൽഡ് റൈറ്റ് ലോ, എത്ര നന്നായിട്ട് ഓരോ കൺട്രീസും ചൈൽഡ് റൈറ്റ് ലോസിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ഇവര് റിവ്യൂ ചെയ്യുന്ന കാര്യമായിരിക്കും. ആൻഡ് ഇതിനാവശ്യമായിട്ടുള്ള ഫീഡ്ബാക്സ് ആൻഡ് അഡ്വൈസും അവർ ഈ മീറ്റിംഗിൽ പ്രൊവൈഡ് ചെയ്യും. Okay, every country that agrees to the child right law must send regular reports about how they protect child right. ചൈൽഡ് റൈറ്റ് ലോ ഞാൻ എഗ്രി ചെയ്യും, അല്ലെങ്കിൽ എന്റെ രാജ്യത്ത് ചൈൽഡ് റൈറ്റിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കൺട്രീസും റെഗുലർ ആയിട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അയക്കേണ്ടതാണ് UN കമ്മിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഓൾറെഡി എഗ്രി ചെയ്തതാണ് ചൈൽഡ് റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളത്. സോ ഇന്ത്യ ഹാവ് ഓൾ ദ റൈറ്റ് ടു സെൻഡ് ദ റെഗുലർ റിപ്പോർട്ട്സ് ബേസ്ഡ് on the issues that is going on in the country. Okay, next is report is due 2 years after joining. ഇനി ഫസ്റ്റ് റിപ്പോർട്ട് ഇവര് ഒരു കൺട്രി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇവര് ജോയിൻ ചെയ്ത് 2 വർഷത്തിനുള്ളിലാണ് ഫസ്റ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ജോയിൻ ചെയ്തതിന് 2 വർഷത്തിന് ഉള്ളില്, പിന്നീട് 5 വർഷം കൂടുമ്പോഴാണ് അടുത്ത നെക്സ്റ്റ് റിപ്പോർട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടതുള്ളൂ. വാട്ട് ദ കമ്മിറ്റി ഡസ്, ഇനി ഈ റിപ്പോർട്ടുകളെല്ലാം ലഭിക്കുമ്പോൾ ഈ കമ്മിറ്റി, UN കമ്മിറ്റി എന്താണ് ഇതിനെ കൊണ്ട് ചെയ്യുന്നത്? ദേ റിവ്യൂ ദീസ് റിപ്പോർട്ട്സ്, ദേ ഗീവ് അഡ്വൈസസ് ആൻഡ് കമന്റ്സ്. കമ്മിറ്റി എന്ത് ചെയ്യും? കൺട്രീസിൽ നിന്നും ആദ്യത്തെ 2 വർഷം ഒരു റിപ്പോർട്ട് കിട്ടും, പിന്നീട് 5 വർഷം കൂടുമ്പോഴാണ് ഓരോ റിപ്പോർട്ട് ലഭിക്കുക. സോ ഈ കിട്ടുന്ന റിപ്പോർട്ട് UN കമ്മിറ്റി റിവ്യൂ ചെയ്യും, ആവശ്യമായിട്ടുള്ള എല്ലാ അഡ്വൈസും കമന്റ്സും UN കമ്മിറ്റി കൊടുക്കുന്നതായിരിക്കും. അതർ ഗ്രൂപ്പ്സ് ഹെൽപ്സ് ടു, ഇനി NGOs ആൻഡ് ലോക്കൽ ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പ്സ് ക്യാൻ ഓൾസോ സെൻഡ് ദെയർ ഓൺ റിപ്പോർട്ട്. ഇനി നമുക്കറിയാം NGO എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ കൂടെ അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ഒരു തരത്തിലുള്ള ഡിപ്പെൻഡൻസി ഇല്ലാതെ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഇനി ഈ കൺട്രി റിപ്പോർട്ട് സെൻഡ് ചെയ്യും നമുക്കറിയാം. അതിന് പുറമെ വേണമെങ്കിൽ NGOസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോക്കൽ ഹ്യൂമൻ റൈറ്റ് ഗ്രൂപ്പിനോ അവരുടേതായിട്ടുള്ള റിപ്പോർട്ട്സും UN കമ്മിറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ അവകാശമുണ്ട്. Okay, next is OHCHR. The full form is Office of the United Nations High Commission for Human Rights. എന്താണ് ഈ ഒരു OHCHR എന്ന് നോക്കിയാലോ, ഇവരുടെ they have a supporting role. They work with NGOs and governments. നമ്മുടെ ഗവൺമെന്റിന്റെ കൂടെയും നമ്മുടെ NGOസിന്റെ കൂടെയും ഒരു സപ്പോർട്ടിംഗ് റോൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് OHCHR എന്ന് പറയുന്നത്. They helps countries follow child rights better. അതായത് ചൈൽഡ് റൈറ്റ്സിനെ ബെറ്റർ ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളെയും സഹായിക്കുക എന്നുള്ളതാണ് OHCHRന്റെ ഡ്യൂട്ടി. They teach and guide countries on improving child right. ചൈൽഡ് റൈറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അവയർനെസ്സും അവര് എന്ത് ചെയ്യും? വർക്ക്ഷോപ്സിന്റെ ഭാഗമായിട്ടും ട്രെയിനിങ്ങിന്റെ രൂപത്തിലായിട്ടൊക്കെ ഇവര് ടീച്ച് ചെയ്യും. Okay, next, how the review process works. The list of issues, the committee send questions to the country before their review. Committee എന്ത് ചെയ്യും? റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ ആദ്യം കമ്മിറ്റി എന്തൊക്കെയാണോ ഇഷ്യൂസ് ഉള്ളത് അത് ആ കൺട്രിക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പോ ഇന്ത്യയിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചൈൽഡ് ട്രാഫിക് ഒക്കെ നടക്കുന്നുണ്ട്. കമ്മിറ്റി എന്ത് ചെയ്യും? ഇന്ത്യൻ കൺട്രീനോട് അതിന്റെ ടോപ്പിലിരിക്കുന്ന വ്യക്തികൾക്ക് ചില ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ കൺട്രി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ്. എ ലൈവ് ഡിസ്കഷൻ ഈസ് ഹെൽഡ് ബിറ്റ്വീൻ ദ കമ്മിറ്റി ആൻഡ് ദ കൺട്രീസ് റെപ്രസെന്റേറ്റീവ്. തുടർന്ന് കൺട്രി എന്ത് ചെയ്യും? കൺട്രി ഈ ക്വസ്റ്റ്യൻസിനെ എല്ലാം ആൻസർ ചെയ്യും. ഈ ഒരു കമ്മിറ്റിയും കൺട്രീന്റെ റെപ്രസെന്റേറ്റീവ്സും തമ്മിൽ ഒരു ലൈവ് ഡിസ്കഷൻസ് തന്നെ ഇവര് സാധ്യമാക്കും. നെക്സ്റ്റ്, റിപ്പോർട്ട്സ് ഓൾസോ കവർ സ്പെഷ്യൽ ടോപ്പിക്സ് ലൈക്ക് ചൈൽഡ് ട്രാഫിക്കിംഗ്, പ്രോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചൈൽഡ് സോൾജേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഈ കമ്മിറ്റി അയക്കുന്ന റിപ്പോർട്ട്സ് എന്തൊക്കെയായിരിക്കും? എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. സോ അതിൽ ചൈൽഡ് ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ടോ, പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ടോ, ചൈൽഡ് സോൾജേഴ്സ് നടക്കുന്നുണ്ടോ, ഇത്തരം സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവര് റിവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതിനെതിരെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൺട്രിക്ക് അയക്കും. കൺട്രി എന്ത് ചെയ്യും? റെപ്രസെന്റേറ്റീവ്സും കമ്മിറ്റിയും തമ്മിൽ ഒരു ലൈവ് ഡിസ്കഷൻ
ഡിസ്കഷൻ ഈ ടോപ്പിക്സിനെ കുറിച്ചിട്ട് നടത്തും. ഓക്കെ, ഇനി ഈ ഒരു നമ്മൾ പറഞ്ഞു ലൈവ് ഡിസ്കഷൻസ് നടക്കും എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഇറ്റ് ഈസ് ഹെൽഡ് വൺസ് ഇൻ എ ഇയർ ബൈ ദ കമ്മിറ്റി. കമ്മിറ്റി വർഷത്തിൽ ഒരു തവണയാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ടായിരിക്കുക. അത് മോസ്റ്റ് പ്രോബബ്ലി സെപ്റ്റംബറിലായിരിക്കും ഉണ്ടാവുക. പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഡീപ് ഡിസ്കഷൻ ഓൺ വൺ ചൈൽഡ് റൈറ്റ് ടോപ്പിക്. ഏതെങ്കിലും ഒരു ചൈൽഡ് റൈറ്റ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ടൊരു ഡിസ്കഷൻ നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ലൈവ് ഡിസ്കഷന്റെ പ്രധാനമായിട്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത്. ഹു ജോയിൻസ്? ഇനി ഈ ഒരു ഡിസ്കഷനിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്യുക? കുട്ടികൾ ഉണ്ടായിരിക്കും, ലോയേഴ്സ് ഉണ്ടായിരിക്കും, അക്കാഡമിക്സ് ഉണ്ടായിരിക്കും, എക്സ്പേർട്സ് ഉണ്ടായിരിക്കും, പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും ഈ ഒരു ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇനി വാട്ട് ഈസ് ദ ഗോൾ? എന്താണ് അല്ലെ ഈ ഒരു ഇത്തരം ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്നതിന്റെ പിന്നിലുള്ള ഗോൾ എന്താണ്? അല്ലെങ്കിൽ OHCHRന്റെ പ്രധാനമായിട്ടുള്ള ഗോൾ എന്താണ്? ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്രിയേറ്റ് ബെറ്റർ പോളിസീസ് ഫോർ ചൈൽഡ് റൈറ്റ്. നമ്മുടെ ചൈൽഡ് റൈറ്റ് പോളിസീസിനെ ഇംപ്രൂവ് ചെയ്യാനും അത് ബെറ്റർ ആക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം ഡിസ്കഷൻസും ഇത്തരം പോളിസീസും ഇത്തരം കൗൺസിൽസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ കൂടെ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഓഫ് ദ ചാപ്റ്റർ, സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സ് ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ. ഇനി കുട്ടികൾ നേരിടുന്ന ചില ഇഷ്യൂസ് നേരിടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഹൂ ദേ ആർ? ആരാണ് ഈ സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സ്? ഇൻഡിപെൻഡന്റ് എക്സ്പേർട്സ് who study specific human rights issues especially about children. ഈ സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, അതായത് ഒരു എന്താ പറയാ, ഒരു വ്യക്തി, ഒരു എക്സ്പേർട്ട് ആയിരിക്കും. ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്പേർട്സിന്റെ ജോലി എന്താണ്? ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസിനെ കുറിച്ചിട്ടൊരു പഠനം നടത്തുക, എസ്പെഷ്യലി കുട്ടികളുടെ കാര്യത്തിൽ. ഓക്കെ, കുട്ടികളുടെ റൈറ്റ്സ് എത്രത്തോളം എന്താണ് നടക്കുന്നുണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇത്തരം കാര്യത്തിന് എല്ലാം സ്റ്റഡി നടത്തുന്ന എക്സ്പേർട്സ് ആണ് ഇത്തരം സ്പെഷ്യൽ റാപ്പോർട്ടേഴ്സ് കേട്ടോ. വാട്ട് ദേ ഡു? ഇനി അവരെന്താ ചെയ്യുന്നത്? ദേ ഇൻവെസ്റ്റിഗേറ്റ് ദ പ്രോബ്ലം, റൈറ്റ് റിപ്പോർട്ട്സ് ആൻഡ് ഗീവ് അഡ്വൈസ് ടു UN. ഇവര് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അതിനെ കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ആൻഡ് ആ റിപ്പോർട്ട് അവരെന്താണ് UNന്റെ മുന്നിൽ സമർപ്പിക്കും. നൗ ഹൗ ദേ help improve child right through reports and recommendations. അവരവരുടെ റിപ്പോർട്ട് വഴിയും അവരുടെ റെക്കമെൻഡേഷൻ വഴിയും ചൈൽഡ് റൈറ്റിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന കാര്യം. നെക്സ്റ്റ് ഇസ് മാൻഡേറ്റ്. They work for 3 years studying and reporting on human rights issues, especially after major events or violations. ഇനി ഇത്തരം ഇൻഡിപെൻഡന്റ് എക്സ്പേർട്സ് ഇവർ 3 വർഷത്തിൽ ആണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവരുടെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. ഇവര് നമ്മൾ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസിനെ കുറിച്ച് ഒരു പഠനം നടത്തുകയും അത് പിന്നീട് UN റിപ്പോർട്ട് ചെയ്യുകയുമാണ് ഇവർ ചെയ്യുന്നത്. ദ UN സിസ്റ്റം ഇൻക്ലൂഡിംഗ് ദ ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ ആൻഡ് OHCHR ഹെൽപ്സ് ഗൈഡ് ആൻഡ് സപ്പോർട്ട് ദീസ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത നമ്മുടെ UN സിസ്റ്റവും നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കൗൺസിലും അതുപോലെ തന്നെ OHCHRും ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം ഇൻവെസ്റ്റിഗേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്പേർട്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ഗോൾ ഈസ് ടു ഫൈൻഡ് ദ ട്രൂത്ത്, പ്രൊമോട്ട് ജസ്റ്റിസ് ആൻഡ് സ്റ്റോപ്പ് സീരിയസ് ഹ്യൂമൻ റൈറ്റ് അബ്യൂസസ്. സോ ഇത്തരം എക്സ്പേർട്സിന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? സത്യം കണ്ടുപിടിക്കുക അല്ലെ, ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യുക, സീരിയസ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് അബ്യൂസസിനെ സ്റ്റോപ്പ് ചെയ്യുക, ഇതെല്ലാമാണ് ഇവരുടെ ടാർഗറ്റ്. സോ ചൈൽഡ് റിലേറ്റഡ് ഇഷ്യൂസിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനയും ഒരുപാട് കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ രൂപത്തിലാവാം, ഇനി UN ഹ്യൂമൻ റൈറ്റ് കൗൺസിലിന്റെ രൂപത്തിലാവാം. ഇന്ത്യ തന്നെ ഒരുപാട് ലോസ് ആൻഡ് പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. OHCHRന്റെ രൂപത്തിലാവാം. ദ യുണൈറ്റഡ് നേഷൻസ് ഓൾസോ എന്താ ചെയ്യുന്നത്? ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ചൈൽഡ് റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ചൈൽഡ് റൈറ്റ് ഇഷ്യൂസിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ചുറ്റുമുള്ള ലോസിനെ കുറിച്ചിട്ടും പോളിസീസിനെ കുറിച്ചിട്ടും ഇത്തരം ഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ടും കൗൺസിലിനെ കുറിച്ചിട്ടും എല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഐ ഹോപ്പ് ദ ചാപ്റ്റർ ഇസ് ക്ലിയർ. ഇതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. സോ 2 സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക ഈ ഒരു ചാപ്റ്റർ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇൻ കേസ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്
കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ.